എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. നമ്മൾ ശരിക്കും നല്ലൊരു ക്രീം എണ്ണൊക്കെ കഴിക്കുന്ന പോലെ, എന്നാൽ ക്രീം എണ്ണ ഉണ്ടാക്കുന്ന പോലെ മാവ് കുഴയ്ക്കും ഉരുട്ടിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലെടുക്കുമ്പം ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഒരുപാടങ്ങ് ചൂട് കൂടി പോവരുത്. ഇളം ചൂടുള്ള പാല് 1 കപ്പ് അളവിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ഡ്രൈഡ് ഈസ്റ്റോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് ഇത് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു ഈസ്റ്റ് ആക്റ്റീവായി അതൊന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കണ്ടില്ല, ഒരു ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി ഇതൊന്ന് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വന്നാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്നെങ്കിൽ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വാനില പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. വാനില പൗഡർ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും ഇതുപോലൊരു കോഴിമുട്ട പൊട്ടിച്ചൂറ്റി ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്ത മുട്ടയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് അതിൻ്റെ തണുപ്പ് നന്നായിട്ട് പോയതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കോഴിമുട്ടയും കൂടി ഇതുപോലെ പൊട്ടിച്ചൂറ്റിയതിന് ശേഷം നല്ല പോലെ തന്നെ നമുക്ക് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു തവിയോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതിലൊന്ന് അടിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ മൈദയാണ്. മൈദയുടെ അളവെന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു പകുതിയോളം മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു തവി ഉപയോഗിച്ചാലും മതി, ഒട്ടും തന്നെ കട്ടകൾ കാണാൻ പാടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, 1 കപ്പ് ഇതിലേക്ക് ഞാൻ മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പും കൂടെ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദ ഞാൻ ഇതിലേക്ക് മുഴുവനും ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മൾ മാവ് കുഴച്ചിട്ട് കട്ടിയാക്കിയല്ല എടുക്കുന്നത്. ഇതുപോലെ ഒരു തവി കൊണ്ട് ഒഴിച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയതായിട്ട് ഇതുപോലെ ഒഴുകി പോകുന്ന ആ ഒരു കറക്റ്റ് പാകമായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കറക്റ്റ് പാകത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കോട്ടൺ തുണി നനച്ചിട്ട് അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതുപോലെ ഈ ഒരു മാവ് നല്ല പോലെ തന്നെ പൊങ്ങി നല്ല ഡബിളായിട്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ മതി. ഇത് നന്നായിട്ട് നമുക്ക് പൊങ്ങി കിട്ടും. ഇനി അഥവാ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ല ഡബിളായിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടണം. ആ ഒരു പരുവെത്തുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ക്രീം ബണ്ണിന് കൊടുക്കുന്ന ഒരു ബട്ടർ ക്രീം തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 4-4.5 ടേബിൾ സ്പൂൺ അളവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പില്ലാത്ത ബട്ടർ ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സോഫ്റ്റ് ബട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടർ ആണെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഇതുപോലെ പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഒരു 1/2 കപ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു കറക്റ്റ് പാകമായിട്ട് കിട്ടണം കേട്ടോ നമ്മുടെ ഈ ഒരു ക്രീം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു മാവ് ഞാനിവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ എനിക്ക് ഇതുപോലെ മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഈ ഒരു മാവിൻ്റെ ഒരു കറക്റ്റ് പാകം. നമുക്കൊന്ന് കോരി ഒഴിക്കാൻ പറ്റുന്ന ആ ഒരു കറക്റ്റ് പാകമായിരിക്കണം. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് കിടക്കാണ്. ഒരുപാടങ്ങ് തിളച്ച് കിടക്കുന്ന എണ്ണയല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം ഒരു മീഡിയം ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇതുപോലൊരു കുഴിയുള്ളൊരു തവി എടുക്കുക. നമ്മുടെയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് ഇതുപോലൊരു കുഴിയുള്ളൊരു തവി. ഈ ഒരു തവി നമുക്ക് ഈ ഒരു എണ്ണയിൽ ഒരു 3-4 സെക്കൻഡോളം ഒന്ന് വെച്ച് കൊടുക്കാം. അത് നട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേറൊരു തവി കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മാവില്ലേ, ആ ഒരു മാവ് ഈ ഒരു തവിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് ഇതൊന്ന് മുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു സ്പൂൺ നമ്മൾ എണ്ണയിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു മുകൾ ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു എണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കോരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ല, ഒരു 4-5 സെക്കൻഡ് കൊണ്ട് തന്നെ ആ ഒരു തവിയിൽ നിന്ന് ഒരു മാവ് ഇതുപോലെ വിട്ട് വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബണ്ണിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറുതെ മാവ് കോരി ഒഴിച്ചാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, കറക്റ്റ് ഷേപ്പ് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുള്ളൂ. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വന്ന് ഉള്ളൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തീയൊന്ന് കുറച്ച് തന്നെ വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തീ ഒരു കുറച്ച് തന്നെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമെ പെട്ടെന്ന് മൊരിഞ്ഞു വരും, ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. വീണ്ടും ഈ ഒരു തവിയിൽ എണ്ണയൊന്ന് മുക്കിയതിന് ശേഷം മറ്റൊരു തവി കൊണ്ട് ഈ ഒരു തവിയിലേക്ക് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലൊരു സ്പൂൺ എന്ന എണ്ണയിൽ മുക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ മുകളിൽ ലെവലാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുക, ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 4-5 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതുപോലെ ഒരു തവിയുന്നത് വിട്ട് വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ അതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ല, ഈ ഒരു കളറായിട്ട് വരുന്നതൊക്കെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തേക്കാം. ബാക്കിയുള്ളത് ആ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടിരുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്ത എല്ലാ ബണ്ണും നല്ലപോലെ തന്നെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അതിന് ചൂട് നന്നായിട്ടൊന്ന് കുറയണം. ചൂട് നല്ല പോലെ തന്നെ കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാവുള്ളൂ. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് നല്ല പഞ്ഞി പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ക്രീമില്ലേ, ആ ഒരു ക്രീം ഇതിലേക്കൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മളിതിലേക്ക് ക്രീമൊന്നും തേക്കാതെ ഇത് വെറുതെ കഴിക്കുന്ന ഒരു സമയത്ത് ഒരു ഡോനട്ടൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഒരു ക്രീം തേച്ചിട്ട് കഴിക്കുമ്പോൾ ശരിക്കും നമ്മളൊരു ക്രീം ബണ്ണ് കഴിക്കുന്ന ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുഴക്കുകയോ മുരുട്ടിയെടുക്കേണ്ട ഒന്നും തന്നെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഈ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും
താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.